നമ്മളൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ. ഒരു ആങ്സൈറ്റിയാണ്. നമ്മൾ പറഞ്ഞതാണ് പലപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അങ്ങനെ അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കാൻ പോയി. ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ജസ്റ്റ് ചെയ്ത് നോർമലായതുകൊണ്ട് കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ആൻജിയോഗ്രാം ഒന്നും ചെയ്യേണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്തായാലും ചെയ്യണം നിർബന്ധിച്ച അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട, നിങ്ങൾക്ക് വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അത് ഈ വർഷമൊന്നും വേണ്ട, അടുത്ത വർഷമാണ് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് വീഡിയോ ആയിട്ട് ഇടാനാണ്. അദ്ദേഹത്തിൻ്റെ ഇത് സജസ്റ്റ് ചെയ്ത് കൊടുത്തത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഡോക്ടർ അനിൽ സലീമാണ്. CT കൊറോണറി കാൽസ്യം സ്കോറിംഗ് എന്ന് പറയും. അപ്പോൾ എന്തിനാ അത് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. ഒരു വേദനയില്ലാതെ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണത്. ഒരു ഇത്തിരി വേർപ്പ് പോലും പൊലിക്കാതെ നമുക്ക് കൂളായിട്ട് അവിടെ പോയി ഇങ്ങോട്ട് ചെയ്തു പോരാൻ പറ്റുന്നൊരു ടെസ്റ്റ്. നമ്മുടെ ഹൃദയത്തിന് ചുറ്റും രക്തം പാസ് ചെയ്യുന്ന ഒരു ഹൈവേ ഏതാണ്? അത് കൊറോണറി ആർട്ടറി എന്ന് പറയും. ഈ കൊറോണ ആർട്ടറിയിൽ കുറേ കാലക്രമേണ നമുക്ക് പ്രഷർ കൂടിയതിൻ്റെ പേരിലോ കൊളസ്ട്രോൾ കൂടിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായി സമ്മർദ്ദങ്ങൾ എടുത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പ്രായം കൂടിയതിൻ്റെ പേരിലോ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നൊരവസ്ഥ, ചിലപ്പം എന്തെങ്കിലും ചെറിയ പ്ലാഗ് എന്ന് പറയും, കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ടോ, അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ എന്ന് പറയും. കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഉറച്ചു പോകും അതിൻ്റെ ഉള്ളിൽ. അങ്ങനെയോ ആയിട്ട് എന്താക്കുകയാണ്, മാർഗതടസ്സം ഉണ്ടാകുന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ടെസ്റ്റാണ് ഇത്. അപ്പോൾ ഈ കാൽസ്യം അവിടെ അടിഞ്ഞു കൂടിയാൽ എന്തായിരിക്കും? നല്ല പാറ കഷ്ണം കൊണ്ട് നമ്മുടെ രക്തക്കുഴലിൻ്റെ അടിയിൽ ശക്തമായിട്ടുള്ള മാർഗതടസ്സം, റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിരിക്കും. നമ്മൾ ഈ ഹർത്താലൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള കല്ലുകളിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കുന്ന പോലത്തെ ഒരവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ശരീര ലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ല. അപ്പോൾ എന്താക്കും, ഈ ബ്ലോക്ക് അവിടെ ഉണ്ടാകുമ്പോൾ എന്താവും, നമുക്ക് രക്തത്തിൻ്റെ ഫ്ലോ നോർമൽ ആവുകയില്ല. അത് ചിലപ്പോൾ ഹൃദയാഘാതം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജാമ് നമ്മുടെ കൊറോണറി ആർട്ടറിയിൽ ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് ശരീരത്തിൽ നിന്ന് ഒരു ലക്ഷണവും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് അറിഞ്ഞാലല്ലേ നമുക്കത് നീക്കാൻ പറ്റുള്ളൂ. ഇതറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് CT കൊറോണറി കാൽസ്യം സ്കോർ. ഇപ്പോൾ നമ്മുടെ മാതൃരാജ്യത്തെ നമ്മുടെ അയൽവാസി രാജ്യം വന്ന് ആക്രമിച്ചപ്പം അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ തേടി നമ്മൾ അന്വേഷിച്ചത് എങ്ങനെയാണ്? ഒരു ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചിട്ട് അവിടെ അതിനെ കണ്ടെത്തി, അല്ലെ, ഫ്ലൈറ്റിലെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഇത് കണ്ടെത്തിയിട്ട് ആ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്രമിച്ച് കീഴടക്കുകയാണ് ചെയ്തത്. ഇതേപോലത്തെ ഒരവസ്ഥ നമ്മുടെ രക്തക്കോയിലുകളിലുള്ള ഈ ഒരു ബ്ലോക്കുകളെ, ഈ കാൽസ്യം ഉണ്ടാക്കി മാർഗ തടസ്സങ്ങളെ ഒരു ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുക. ആ ഡിറ്റക്റ്റ് ചെയ്ത് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കും. ആർക്കൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്? ഈ ചോർച്ച വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ചോർച്ച കണ്ടെത്താൻ ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത്? സ്ഥിരമായിട്ട് പ്രഷർ കൂടി നിൽക്കുന്ന ആൾക്കാർ, പ്രമേഹ രോഗികൾ, ഹൃദ്രോഗങ്ങളുടെ പാരമ്പര്യമുള്ള ആൾക്കാർ, പിന്നെ കൊളസ്ട്രോൾ എപ്പോഴും കൂടി നിൽക്കുന്ന ആൾക്കാർ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെസ്റ്റിന് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ. ഇതിപ്പോൾ എങ്ങനെയാണ്, നമ്മളൊരു മഴ വരുന്നതിന് മുമ്പ് നമ്മുടെ റൂഫിൽ എന്തെങ്കിലും ചോർച്ച ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ, മഴ വന്നിട്ട് ചോർച്ച ചെക്ക് ചെയ്യല്ല, ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. വേദനയില്ല, വേറൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ കൂളായിട്ട് ചിരിച്ച് അങ്ങോട്ട് പോകുന്നു, ടെസ്റ്റ് റിസൾട്ട് വാങ്ങിക്കൊണ്ട് പോരുന്നു. ഇത്രയും കൂളായിട്ടുള്ളൊരു ടെസ്റ്റ് വേറെ ഇല്ല എന്നുള്ളതാണ്.